റാമ്പിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ റാമ്പ് ചെയ്തോണ്ടിരുന്നപ്പോ എന്റെ ഇപ്പുറത്തെ ഒരു കുട്ടിയുണ്ട് കൂടെ അഭിനയിച്ച്. അപ്പം ഇങ്ങനെ പിടിച്ചു ഇങ്ങനെ നടന്നു. അതാണ് ഈ ഒരു സംഭവം. അല്ലാതെ എനിക്ക് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹം എനിക്കൊരു സഹോദര തുല്യമാണ്. ആള് തിരിച്ചങ്ങനെ തന്നെയാണ്. അപ്പം ഞങ്ങൾ എല്ലാരും കൂടെ ഒരുമിച്ച് പുറകിൽ കാറിൽ കയറിയപ്പം എന്റെ ആളുടെ കാറിന്റെ ഫ്രണ്ടില് ഞാനും ഉണ്ട്. ഞാൻ വേറെ ചേച്ചിന്റെ മടിയിലാണ് ഇരിക്കുന്നത്. ചേച്ചിയുടെ ഹസ്ബൻഡ് പുറകിലുണ്ട്. അവരെ റെയിൽവേ സ്റ്റേഷനിൽ വിടണം. പിന്നെ നാട്ടുകാരെ കാണിച്ചില്ല. നിങ്ങൾ ഡബിൾ ഡെക്കർ ആയിട്ട് അവിടെ ഇരിക്കുന്നു. രജിത് കുമാർ പുള്ളിയുടെ വലത്തെ കൈകൊണ്ട് വലിച്ച് രേണുവിന്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് ഒരുത്തൻ അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്, രജിത്തേട്ടന്റെ ഒരു ഭാഗ്യം. ഇതൊക്കെ രേണു കേൾക്കുന്നില്ലായിരുന്നു? കേൾക്കുന്നുണ്ടായിരുന്നു. അത് നമ്മളെന്ത് നമ്മളതൊക്കെ തമാശയായിട്ട് ചിരിച്ചു. അപ്പൊ അതൊക്കെ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി എനിക്ക് കിട്ടട്ടെ എന്ന് ചോദിച്ചാൽ മനഃപൂർവ്വം ഉണ്ട്. നമ്മളെ ഒന്ന് അവഹേളിക്കുന്ന തരത്തിലല്ലേ അങ്ങനെയുള്ള കമന്റ് ഒക്കെ. അപ്പൊ അത് പ്രതികരിക്കേണ്ട ഒരു ധാർമ്മിക ഉത്തരവാദിത്ത രേണുവില്ലേ? ഒരു മീഡിയ അല്ല അവിടെ നിന്നത്. ഒരു മീഡിയ അല്ല നിന്നത്. ആരാ ചോദിച്ചു? ഞാൻ ഇങ്ങനെ ആ ക്യാമറ ഞാൻ ആരും നേരെ നോക്കിയില്ല. ആരാ എന്താണെന്നൊന്നും നമ്മൾ നോക്കുന്നില്ല. അവിടെ നിന്ന് കമന്റ് പറയുന്നപ്പോ ആൾ അതിന്റെ തിരിച്ചു പറയുന്നുണ്ട്. നമ്മള് ചിരിച്ചു തള്ളി.